ഹലോ, ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരും റെഡി അല്ലേ? നമ്മൾ മാത്സ് ആണെന്ന് എടുക്കുന്നത്. മാത്സ് ഒരു ചാപ്റ്റർ ഓൾറെഡി ഒരു സാറ് ഡിസ്കസ് ചെയ്തിട്ടില്ലല്ലേ? ഒരു ചാപ്റ്റർ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സെറ്റ്സ്, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസും ഓൾറെഡി ഡിസ്കസ് ചെയ്ത് പോയതാണ്. ഓക്കെ, സോ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ നമ്മൾ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ മാത്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. അപ്പം തന്നെ നിങ്ങൾക്ക് എന്താ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും എക്സാം അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, വെറുതെ തിയറി വായിച്ച് പോയാൽ നമുക്ക് വായിക്കുമ്പോൾ ഒക്കെ മനസ്സിലാവുന്നുണ്ടാവും. പക്ഷേ എക്സാം എഴുതുമ്പോൾ എന്തോ ഒരു സ്റ്റാർട്ടിങ് ട്രബിളോ അല്ലെങ്കിൽ സ്പീഡില്ലായ്മയോ അല്ലെങ്കിൽ തെറ്റിപ്പോകുന്ന പ്രശ്നങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിട്ട് തന്നെ പഠിച്ചു പോവുക. ഓക്കെ, വെറുതെ നോക്കിയിരിക്കരുത്. എല്ലാവരും പെന്നും പേപ്പറും എടുത്തിട്ട് നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് കൂടെ തന്നെ ചെയ്തു പോവുക. ഓക്കെ, ഒപ്പം തന്നെ ചെയ്തു പോവുക. പിന്നെ നമ്മുടെ ഈ കോഡ് +1 ചാനലിൽ ലൈവ് എന്ന സെക്ഷനിൽ ഓരോ ദിവസവും ഇനി രാത്രി അപ്ലോഡ് ചെയ്യുന്ന ഏതാണോ സബ്ജക്റ്റ് എന്നുള്ളത് നേരത്തെ കൊടുത്തിട്ടുണ്ടാവും. സോ ആദ്യം നിങ്ങൾ ആ സബ്ജക്റ്റ് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് വരികയാണെങ്കിൽ, ആ ഒരു ചാപ്റ്റർ ജസ്റ്റ് വായിച്ചിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഒരു റിവിഷൻ പോലെ ഈ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്കും നമ്മുടെ കൂടെ തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് അറ്റൻഡ് ചെയ്തങ്ങ് പോവാം. ഓക്കെ, സോ റിവിഷനും കൂടെ ആവും ഇതിൻ്റെ കൂടെ. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യല്ലേ? എല്ലാവരും റെഡി അല്ലേ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. കോംപ്ലക്സ് നമ്പേഴ്സ്. ഓക്കെ, കോംപ്ലക്സ് നമ്പേഴ്സ് എന്താണ്? നമ്മൾ 10th വരെ പഠിച്ചിട്ടുണ്ടായിരുന്ന റിയൽ നമ്പേഴ്സ് മാത്രമായിരുന്നു അല്ലേ? നമ്മളിപ്പം റൂട്ടിൻ്റെ ഉള്ളിൽ, അതായത് b² - 4ac, √b² - 4ac ഒക്കെ കണ്ടുപിടിക്കുമ്പോൾ അത് നെഗറ്റീവായി പോയാൽ നമ്മളത് സോൾവ് ചെയ്യാണ്ട് അങ്ങോട്ട് പോവും 10th വരെ ആണെങ്കിൽ. പക്ഷേ നമ്മൾ +1 ഇനി അത് പറ്റൂല. ഓക്കെ, സോ ഈ റൂട്ടിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് വരുമ്പോൾ അത് കോംപ്ലക്സ് നമ്പർ കാറ്റഗറിയിലോട്ട് മാറും. ഓക്കെ, കോംപ്ലക്സ് നമ്പേഴ്സിൽ ഈ നെഗറ്റീവ് റൂട്ടുള്ള നമ്പേഴ്സും ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് കോംപ്ലക്സ് നമ്പേഴ്സ്. കോംപ്ലക്സ് നമ്പറിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് സിമ്പൽ ഉണ്ട്. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് സിമ്പൽ എന്താണ്? √(-1) ദാറ്റ് ഈസ് ഈക്വൽ ടു i. ഓക്കെ, √(-1) ഡിനോട്ട് ചെയ്യുന്നതാണ് i എന്നുള്ള സിമ്പൽ വെച്ചിട്ട്. ഓക്കെ, i എന്നുള്ള സിമ്പലാണ് √(-1) നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. അപ്പം i² എന്തായിരിക്കും? രണ്ട് സൈഡും സ്ക്വയർ ചെയ്തേ. രണ്ട് സൈഡും സ്ക്വയർ ചെയ്താൽ എന്ത് കിട്ടും? i² is -1 അല്ലേ? സോ √(-1) is equal to i എന്നുള്ളൊരു സിമ്പലാണ് ഈ ഒരു കോംപ്ലക്സ് നമ്പർ ചാപ്റ്ററിൽ മെയിനായിട്ട് നമ്മൾ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടേം. ഓക്കെ, സോ i² is equal to -1 വരും. സോ i³ എന്തായിരിക്കും? -1 into i. i² into i അല്ലേ? i² into i ആണ്. ദാറ്റ് ഇസ് -1 into i, ദാറ്റ് ഇസ് -i. i⁴ എന്ത് വരും? എല്ലാവരും പറഞ്ഞാൽ i⁴ എന്താ ഉണ്ടാവുക? i⁴ is ഒന്നെങ്കിൽ i³ into i എന്ന് എഴുതാം, അല്ലെങ്കിൽ i² into i² എന്ന് എഴുതാം. i² -1 ആണ്. സോ -1 into -1 1. ഓക്കെ, ദെൻ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. i⁵ ആകുമ്പോൾ ദാറ്റ് ഈസ് i⁴ into i ആണ്. i⁴ 1 ആയതുകൊണ്ട് i⁵ i തന്നെ ആവും. സോ നമ്മളെ ഒരു നൊട്ടേഷൻസ് i² ആകുമ്പോൾ -1, i³ ആകുമ്പോൾ -i, i⁴ ആകുമ്പം 1, ദെൻ റിപ്പീറ്റ് ചെയ്യും. i⁵ ആകുമ്പം എഗെയിൻ i, -1 -i, അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അങ്ങ് പോവും. ഓക്കെ, നമ്മൾ പല ക്വസ്റ്റ്യനും കാണാറുണ്ട്. വാട്ട് ഈസ് i�99 എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ആ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാം. ആ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, സോ ഒരു 4ൻ്റെ മൾട്ടിപ്പിളിലോട്ട് മാറ്റിയാൽ നമുക്കതിനെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ഒരു 4 നമ്പേഴ്സ് കഴിഞ്ഞാൽ പിന്നെ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ അല്ലേ? ഓക്കെ, സോ ദാറ്റ് ഈസ് i ടേം. ദെൻ ഒരു കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുക? z is equal to a plus ib എന്നുള്ള രീതിയിലാണ്. ഇത് ജസ്റ്റ് ഒരു റിവിഷനായിട്ട് പോവാട്ടോ. പെട്ടെന്ന് ചാപ്റ്റർ ഒന്ന് റിവൈസ് ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഒരു 5 മിനിറ്റ് റിവൈസ് ചെയ്യാം. സോ a plus ib ഫോമാറ്റിലാണ് നമ്മൾ കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്യുക. അതിൽ ഈ a എന്നുള്ളത് എന്താണ്? റിയൽ പാർട്ടാണ്. റിയൽ പാർട്ട് ഓഫ് z ആണ് a.
അത് നമ്മൾ ആർ ഇ ഓഫ് സെഡ് എന്ന് സൂചിപ്പിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ ഐ ഇല്ലാത്ത ടേം എ വരും. ഓക്കെ, ഇമാജിനറി പാർട്ട് ഓഫ് സെഡ്, ഇമാജിനറി പാർട്ട് ഓഫ് സെഡ് എന്താ വരിക? ഈ ഐ ഉള്ള ടേം, അതായത് ഐ എം ഓഫ് സെഡ് എന്ത് വരും? ബി വരും. ഓക്കെ, ഐ ബി എന്ന് എഴുതരുത്. ഇമാജിനറി പാർട്ട് എന്ന് പറയുമ്പോൾ ബി എന്ന് മാത്രം എടുത്ത് എഴുതുക. റിയൽ പാർട്ട് എ, ഇമാജിനറി പാർട്ട് ബി ആയിരിക്കും. സെഡ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി എന്നുള്ള ഫോമാറ്റിൽ. ഓക്കെ, ദെൻ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് Z1 is equal to a plus ib ഉണ്ട്, Z2 is equal to a minus i c plus id ഉണ്ട്. ടു കോംപ്ലക്സ് നമ്പേഴ്സ് ഉണ്ട്. ഇത് രണ്ടും ഈക്വൽ ആവുന്ന കേസ് എന്താ? ഇഫ് Z1 is equal to Z2 ആണെങ്കിൽ എന്താണ്? അതിൻ്റെ റിയൽ പാർട്സ് ഈക്വൽ ആയിരിക്കും, അതുപോലെ ഇമാജിനറി പാർട്സും ഈക്വൽ ആയിരിക്കും. സോ റിയൽ പാർട്സ് എന്താ? ഫസ്റ്റിൻ്റെ എ ആണ്, സെക്കൻഡ് Z2ൻ്റെ റിയൽ പാർട്ട് സി ആണ്, ആൻഡ് Z1ൻ്റെ ഇമാജിനറി പാർട്ട് ബി അല്ലേ, Z2ൻ്റെ എന്താ? ഡി ആയിരിക്കും. ഓക്കെ അല്ലേ? ഡൗട്ടൊന്നും ഇല്ലല്ലോ. സോ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഈക്വൽ എന്ന് പറയാൻ പറ്റുള്ളൂ. Z1 is equal to Z2 എന്ന് പറയണമെങ്കിൽ റിയൽ പാർട്സ് ഈക്വൽ ആയിരിക്കണം, അതുപോലെ ഇമാജിനറി പാർട്സും ഈക്വൽ ആയിരിക്കണം. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ, ദെൻ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പീഡിൽ പോകാം. Z1 പ്ലസ് Z2, ഞാൻ Z1ഉം Z2ഉം ഈ സെയിം സാധനം തന്നെ എടുക്കുകയാണ്, എ പ്ലസ് ഐ ബി സി പ്ലസ് ഐ ഡി എന്നുള്ളത്. സോ Z1 പ്ലസ് Z2 ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? റിയൽ പാർട്സിനെ സമ്മയും ഇമാജിനറി പാർട്സിനെയും സമ്മയും. സോ പ്ലസ് ഐ ഇൻറ്റു ബി പ്ലസ് ഡി ആയിരിക്കും. ഓക്കെ, Z1 പ്ലസ് Z2 എന്ന് പറഞ്ഞാൽ എ പ്ലസ് ഐ ബി പ്ലസ് ഐ ഇൻറ്റു എ പ്ലസ് ബി എ പ്ലസ് സി. Z2ൻ്റെ റിയൽ പാർട്ട് എന്താ? സി അല്ലേ? Z1 Z2, Z1 എ പ്ലസ് സി പ്ലസ് ഐ ഇൻറ്റു ബി പ്ലസ് ഡി ആയിരിക്കും Z1 പ്ലസ് Z2 വരിക. Z1 ഇൻറ്റു Z2 ചെയ്യുമ്പം എന്താ സംഭവിക്കുക? എ പ്ലസ് ഐ ബി ഇൻറ്റു സി പ്ലസ് ഐ ഡി എന്ന് വരും. ഓക്കെ, അതെന്താവും? നമ്മൾ ഓരോ എ ഇൻറ്റു സി വരും, എ ഇൻറ്റു ഐ ഡി വരും. സോ Z1 ഇൻറ്റു Z2 എന്താ വരിക? എ ഇൻറ്റു സി വരും, ഐ ഇൻറ്റു എ ഡി അല്ലേ, എ ഇൻറ്റു ഐ ഡി, ഐ ഇൻറ്റു എ ഡി വരും. ദെൻ ഐ ഇൻറ്റു ബി സി പ്ലസ് ഐ ഇൻറ്റു ബി ഇൻറ്റു ഐ ഇൻറ്റു ഡി, ദാറ്റ് ഈസ് ഐ സ്ക്വയർ ഇൻറ്റു ബി ഡി എന്ന് വരും അല്ലേ? ഡൗട്ടൊന്നും ഇല്ലല്ലോ. ഐ സ്ക്വയർ ഇൻറ്റു ബി ഡി എന്ന് വരും. ഓക്കെ, കാണുന്നില്ലേ മുകളിൽ? താഴോട്ടേക്ക് ഐ സ്ക്വയർ ഇൻറ്റു ബി ഡി. ഓക്കെ, സോ ഇതെന്താ വരിക? എ സി വരും. ഐ സ്ക്വയർ എന്താ? -1 അല്ലേ? സോ ദാറ്റ് വിൽ ബി മൈനസ് ബി ഡി. സോ എ സി മൈനസ് ബി ഡി എന്നൊരു റിയൽ പാർട്ടും ഉണ്ടാവും, പ്ലസ് ഇവിടുന്ന് ഒരു ഐ കോമൺ എടുത്ത് ഐ ഇൻറ്റു എ ഡി പ്ലസ് ബി സി. ഇതാണ് രണ്ട് കോംപ്ലക്സ് നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ Z1 Z2. ഓക്കെ ആണോ? എ സി മൈനസ് ബി ഡി പ്ലസ് ഐ ഇൻറ്റു എ ഡി പ്ലസ് ബി സി. നമുക്കല്ലാണ്ട് എങ്ങനെ ചെയ്യുകയാണെന്ന് ചെയ്താൽ മതി, അല്ലെങ്കിൽ എന്താ ഒരു ഫോമുല യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റെപ്പ് കുറക്കാം, അത്രയേ ഉള്ളൂ. ഓക്കെ, ദെൻ Z1 ബൈ Z2 ചെയ്യാൻ നമുക്ക് സിമ്പിളായിട്ട് അങ്ങ് ചെയ്യാൻ പറ്റൂല. നമ്മൾ ആഡ് ചെയ്യുന്നതും മൾട്ടിപ്ലൈ ചെയ്യുന്നതും പോലെ സിമ്പിളായിട്ട് അങ്ങ് ചെയ്യാൻ പറ്റൂല. അതിനെന്താ നമ്മൾ ചെയ്യുക വെച്ചാൽ Z1 ഇൻറ്റു 1 ബൈ Z2 കണ്ടുപിടിക്കും. അതായത് നമ്മൾ Z1 എന്തായിരുന്നു? എ പ്ലസ് ഐ ബി അല്ലായിരുന്നോ? എ പ്ലസ് ഐ ബി ഇൻറ്റു 1 ബൈ Z2 സി പ്ലസ് ഐ ഡി. നമ്മൾ ഡിവിഷനിൽ ഡിനോമിനേറ്ററിൽ നമ്മൾ ഐ ടേമിനെ ഒഴിവാക്കണം. ഓക്കെ, ഐ ടേം ഡിനോമിനേറ്ററിൽ ഉണ്ടാവാണ്ടിരിക്കുന്നതാണ് നല്ലത്. സോ ഈ ഐ ടേമിനെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ സി പ്ലസ് ഐ ഡി അല്ലേ? സോ അതിനൊരു സി മൈനസ് ഐ ഡിയെ കൊണ്ട് എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്യും. അപ്പം എന്താ വാല്യൂ മാറാണ്ടിരിക്കാൻ ന്യൂമറേറ്ററും മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, സോ ന്യൂമറേറ്റർ വിൽ ബി എ പ്ലസ് ഐ ബി ഇൻറ്റു സി മൈനസ് ഐ ഡി. ഡിനോമിനേറ്റർ എന്താ വരിക? ദിസ് ഈസ് എ സ്ക്വയർ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമാറ്റ് അല്ലേ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്താ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലേ? സോ അവിടെ എ എന്ന് പറഞ്ഞാൽ സി സ്ക്വയർ മൈനസ് ബി എന്ന് പറഞ്ഞാൽ ഐ ഡി സ്ക്വയർ. എന്താ വരിക? അപ്പം ഞാൻ ഇത് ഫുള്ളായിട്ട് എന്താക്കുന്നില്ല, ഞാൻ എങ്ങനെയാണ് വരുന്നതെന്ന് മാത്രം കാണിക്കുകയാണെന്ന് ഫുള്ളായിട്ട് സോൾവ് ചെയ്യുന്നില്ല. ഓക്കെ, സി സ്ക്വയർ മൈനസ് ഐ ഡി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഐ സ്ക്വയർ ഡി സ്ക്വയർ വരും. ഐ സ്ക്വയർ ഇസ് -1, സോ മൈനസ് വിൽ ബി പ്ലസ് സി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ. സോ ഡിവിഷൻ ചെയ്യുമ്പോൾ ഇങ്ങനെ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഡിനോമിനേറ്ററിൽ ഐ ടേമിനെ ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. സോ സി പ്ലസ് ഐ ഡി ആണെങ്കിൽ ഒരു സി മൈനസ് ഐ ഡിയെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം.
അതുപോലെ 1 + 2i ആണെങ്കിൽ എന്തിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും? 1 - 2iനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. ഐ ടേമിൻ്റെ നെഗറ്റീവ് എടുക്കുക. ഓക്കെ, എന്താ ഇത് കോൺജുഗേറ്റിന് ടേം വരുന്നുണ്ട്, അത് വരുമ്പം അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാം. ഓക്കെ ഓക്കെ അല്ലേ? അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, സബ്ട്രാക്ഷൻ പിന്നെ അഡീഷൻ്റെ സെയിം റൂളാണ്. സോ ഇത്രയും കഴിഞ്ഞാൽ പിന്നെ കുറേ ക്വസ്റ്റ്യൻസ് വരുന്ന പവർ ഓഫ് ഐൻ്റെ ഇത്ര പവർ എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കുറേ കാണാറുണ്ട്. I⁻², നേരത്തെ പറഞ്ഞ പോലെ തന്നെ 99ൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. സോ ഈ ക്വസ്റ്റ്യൻസ് എങ്ങനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ പവറിനെ 4ൻ്റെ മൾട്ടിപ്പിൾസ് ആക്കി എഴുതുക. ഓക്കെ, നമുക്കറിയാം I⁻4 എന്താണ്? 1 അല്ലേ? അപ്പം 4ൻ്റെ മൾട്ടിപ്പിൾസ് ആക്കിയിട്ട് എഴുതുക. സോ 9 4 2 8, 19 4 16, ഒരു 3 റിമൈൻഡർ വന്നില്ലേ? ഓക്കെ, സോ നമുക്ക് I⁻99നെ I⁻24 × 4 + 3 എന്ന് എഴുതാം. എഴുതിക്കൂടെ? 24 × 4 + റിമൈൻഡർ. ഓക്കെ, ദാറ്റ് ഈസ് A⁻m + n എന്താ? A⁻m × A⁻n അല്ലേ? So this will be I⁻24 × 4 × I³. So this will be 1. 4ൻ്റെ മൾട്ടിപ്പിൾസ് ആയി വരുമ്പോൾ അതൊക്കെ 1 ആയിട്ട് മാറും. I⁻4 1 ആയതുകൊണ്ട് ഈ 4ൻ്റെ മൾട്ടിപ്പിൾസ് ഒക്കെ 1 ആയി മാറും. സോ 1 × I³ വരും. ദാറ്റ് ഈസ് I³ എന്താണ് നമ്മൾ പറഞ്ഞത്? I - 1 - I1 അതല്ലേ ആ ഒരു ഫോമാറ്റ്? സോ I³ ഈസ് -i. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. പ്രൊസീജിയർ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് പോർഷൻ ഡിസ്കസ് ചെയ്യല്ലേ? നെക്സ്റ്റ് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സ്ക്വയർ റൂട്ട് ഓഫ് നെഗറ്റീവ് നമ്പർ. സ്ക്വയർ റൂട്ട് ഓഫ് നെഗറ്റീവ് റിയൽ നമ്പർ ഇങ്ങനെ വരിക. റൂട്ട് ഓഫ് -5 ഒക്കെ ചോദിക്കുകയാണെങ്കിൽ, ഒരു നെഗറ്റീവ് റിയൽ നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് ചോദിക്കുകയാണെങ്കിൽ, പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, നെഗറ്റീവ് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ -5നെ 5 × -1 എന്ന് എഴുതുക. ദിസ് ഈസ് √5 × √-1. √5 ഈസ് √5 itself. √-1 is i. √5i എന്ന് വരും. സോ എന്താണോ നമുക്കിപ്പോൾ √-9i ആണ്, √-9 ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചതുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? 9ൻ്റെ റൂട്ട് എടുക്കുക. √9 × √-1, ദാറ്റ് ഇസ് i. 3i എന്ന് കിട്ടും. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ഇനി എന്താ? ഓക്കെ, മോഡുലസും കോൺജുഗേറ്റും. ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ് എന്താ? നമ്മൾ മോഡുലസിനെ റെപ്രസെൻ്റ് ചെയ്യുക എങ്ങനെയാണ്? മോഡുലസ് ഓഫ് കോൺജുഗേറ്റ് നമ്പർ എന്ന് പറയുമ്പം A+IB ആണ് നമ്മൾ കോൺജുഗേറ്റ് നമ്പർ എങ്കിൽ മോഡുലസ് ഓഫ് A+IB, അല്ലെങ്കിൽ Z ആണ് കോൺജുഗേറ്റ് എങ്കിൽ Z ആണ് കോംപ്ലക്സ് നമ്പർ എങ്കിൽ മോഡുലസ് ഓഫ് Z. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു √A² + B² ആണ്. ഓക്കെ, മോഡുലസ് ഓഫ് A+IB ഈസ് √A² + B² ആണ്. ദെൻ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള Z എന്നൊരു എന്താ കോംപ്ലക്സ് നമ്പർ ഉണ്ട്, അതിൻ്റെ കോൺജുഗേറ്റ് നമ്മൾ സൂചിപ്പിക്കുക Z കോൺജുഗേറ്റ്. ഓക്കെ, ഒരു വര മുകളിൽ കൊടുക്കുക. സോ Z A+IB ആണെങ്കിൽ കോൺജുഗേറ്റ് എന്തായിരിക്കും? കോൺജുഗേറ്റ് A-IB ആയിരിക്കും. അതായത് ഈ I ടേമിൻ്റെ ആ ഒരു ടേമിൻ്റെ മുന്നിൽ സൈൻ ചേഞ്ച് ചെയ്യുക. പ്ലസ് ആണെങ്കിൽ മൈനസ് ആക്കുക, മൈനസ് ആണെങ്കിൽ പ്ലസ് ആക്കുക. ഓക്കെ, റിയൽ പാർട്ടിനൊന്നും ചെയ്യേണ്ട, ഇമാജിനറി പാർട്ടിൻ്റെ അവിടെ സൈൻ ചേഞ്ച് ചെയ്യാം. അതാണ് കോൺജുഗേറ്റ്. ഓക്കെ ഓക്കെ അല്ലേ? ദെൻ ഇൻവേഴ്സും കൂടെ കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ Z ഇൻവേഴ്സ് ആണ്. എന്താ Z ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1/Z അല്ലേ? 1/Z ആണ് Z ഇൻവേഴ്സ്. അതെങ്ങനെ കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ നമുക്കിപ്പം Z എന്ന് പറഞ്ഞാൽ 1/A+IB അല്ലേ? ഞാൻ പറഞ്ഞു I ടേം ഡിനോമിനേറ്ററിൽ കിടക്കാൻ പാടില്ല. സോ എന്ത് ചെയ്യണം? ഒരു A-IB കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? A-IB ഡിവൈഡഡ് ബൈ A² + B² അല്ലേ? ദിസ് ഇസ് A² - B² ഫോർമാറ്റാണ്. പക്ഷേ I² വരുന്നതുകൊണ്ടാണ് ആ ഒരു മൈനസ് പ്ലസ് ആയി മാറുന്നത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തില്ലേ? സെയിം കൺസെപ്റ്റ്. സോ A-IB / A² + B² വരും.
എന്താ എ മൈനസ് ഐ ബി എന്താ? സെഡ് എ പ്ലസ് ഐ ബി ആണെങ്കിൽ എ മൈനസ് ഐ ബി എന്താണ്? കോൺജുഗേറ്റ് ഓഫ് സെഡ് അല്ലേ? അല്ലേ? സോ സെഡ് കോൺജുഗേറ്റ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇസ് മോഡുലസ് ഓഫ് സെഡ്. സോ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇസ് മോഡുലസ് ഓഫ് സെഡ് സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, സോ സെഡ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? സെഡ് കോൺജുഗേറ്റ് ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് സെഡ് സ്ക്വയർ ചെയ്താൽ മതി. ഓക്കെ അല്ലേ? ഓക്കെ, സോ അവിടുന്ന് ഒരു പ്രോപ്പർട്ടി നമുക്ക് കിട്ടി 1/z അല്ലേ? സെഡ് ബാർ ബൈ സെഡ് കോൺജുഗേറ്റ് ബൈ മോഡുലസ് ഓഫ് സെഡ് സ്ക്വയർ. സോ ഈ സെഡ് അപ്പുറത്തോട്ട് പോയാൽ സെഡ് കോൺജുഗേറ്റ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? മോഡുലസ് ഓഫ് സെഡ് സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ക്ലിയർ അല്ലേ? ഈ തിയറി ഇത്രയും ഡിസ്കസ് ചെയ്ത് കുഴപ്പമൊന്നുമില്ലല്ലോ, സിമ്പിളാണ്. കോംപ്ലക്സ് നമ്പർ നമ്മൾ ഇക്വേഷൻസ് ഒക്കെ അവർ സിലബസിന് ഒഴിവാക്കിയിട്ടുണ്ട്. സോ കോംപ്ലക്സ് നമ്പർ മാത്രമേ ഡിസ്കസ് ചെയ്യാനുള്ളൂ. ഇത്രയും പ്രശ്നമില്ലല്ലോ. ക്വസ്റ്റ്യനിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവരും പെന്നും ബുക്ക് എടുത്ത് എഴുതിക്കോളിട്ടോ. എല്ലാവരും ക്വസ്റ്റ്യന് ഒപ്പം തന്നെ ചെയ്ത് നോക്കുക. റൈറ്റ് ദ റിയൽ ആൻഡ് ഇമാജിനറി പാർട്സ് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ -3 പ്ലസ് റൂട്ട് ഓഫ് -7 എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ -3 പ്ലസ് റൂട്ട് ഓഫ് -7 എങ്ങനെ ചെയ്യുക? -3 പ്ലസ് റൂട്ട് ഓഫ് -7 എന്താ? √7 ഇൻറ്റു √-1 ദാറ്റ് ഈസ് √7i അല്ലേ? സോ റിയൽ പാർട്ട് എന്താ? റിയൽ പാർട്ട് ഓഫ് സെഡ് എന്താ വരിക? ആദ്യം സെഡ് is equal to എന്ന് കൊടുക്കുക. സെഡ് എന്ന് അവർ മെൻഷൻ ചെയ്യാത്തതുകൊണ്ട് ലെറ്റ് സെഡ് is equal to -3 പ്ലസ് √7. സോ റിയൽ പാർട്ട് ഓഫ് സെഡ് എന്ത് വരും? റിയൽ പാർട്ട് ഓഫ് സെഡ് എന്താ? ഐ ഇല്ലാത്ത ടേം, അത് -3 അല്ലേ? ഓക്കെ അല്ലേ? ഇമാജിനറി പാർട്ട് എന്താ വരിക? ഇമാജിനറി പാർട്ട് ഓഫ് സെഡ് is equal to എന്താ? ഐൻ്റെ കൂടെയുള്ള ടേമാണ് ഇമാജിനറി പാർട്ട്, അതായത് √7. ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ടൊന്നുമില്ലല്ലോ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റിൽ പറയാം, ചാറ്റിൽ പറയാം. ഓക്കെ, അപ്പോൾ തന്നെ ഡിസ്കസ് ചെയ്ത് അങ്ങ് പോവാം. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കാണാം. ഇതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു, ഈസി ആയിരുന്നു, പെട്ടെന്ന് സ്കോർ ചെയ്തൂടെ? മാട്രിക്സ് അല്ല, സോറി, കോംപ്ലക്സ് നമ്പറിൽ നിന്ന് നമുക്ക് യൂഷ്വലായിട്ട് 4 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് കാണാറ്. ഓക്കെ, 4 മാർക്കാണ് ഇതിന് കൊടുത്ത വെയിറ്റേജ്. കോംപ്ലക്സ് നമ്പർ ഭയങ്കര സിമ്പിളായിട്ട് നമുക്കത് സ്കോർ ചെയ്യാവുന്നേ ഉള്ളൂ. ഈ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും എല്ലാ വർഷവും ചോദിക്കുന്നത്. സോ പ്രീവിയസ് ഇയർ മാത്രം നിങ്ങൾ ഡിസ്കസ് ചെയ്ത് പോയാൽ തന്നെ നിങ്ങൾക്ക് ആ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ i⁻18 എങ്ങനെ ചെയ്യുക? പവർ ഓഫ് ഐ അല്ലേ? അതെങ്ങനെ ചെയ്യാന്നാണ് പറഞ്ഞത്? നമ്മൾ ആദ്യം അതിനെ 4ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് എഴുതുക. നമുക്കറിയാം i⁻16 എന്ന് പറഞ്ഞാൽ 4ൻ്റെ മൾട്ടിപ്പിളാണ് അല്ലേ? i⁻18 എങ്ങനെ എഴുതാം? i⁻16 ഇൻറ്റു അല്ലെങ്കിൽ i⁻16 പ്ലസ് 2 എന്ന് എഴുതാം. ഇതിൽ കൂടെ, അതായത് i⁻16 ഇൻറ്റു i² എന്ന് എഴുതാം. ഓക്കെ അല്ലേ? സോ i⁻16 ഈസ് i⁻16 എന്താ? 4ൻ്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് ഇറ്റ് വിൽ ബി 1. സോ i² ഈസ് 1 ഇൻറ്റു i² ഈസ് -1. ആൻസർ വിൽ ബി -1. ഓക്കെ, 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, -1 ആയിരിക്കും ആൻസർ. ഡൗട്ടൊന്നുമില്ലല്ലോ? ഡൗട്ടൊന്നുമില്ലല്ലോ മക്കളെ? ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനോട്ട് പോകല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കോംപ്ലക്സ് നമ്പർ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് സെഡ് എന്നാണ് പറഞ്ഞത്. സോ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ് നമ്മൾ സെഡ് ഇൻവേഴ്സ് പറയുന്നത്. അഡിറ്റീവ് ഇൻവേഴ്സ് എന്തായിരിക്കും? സെഡിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്താ? -z ആണ്, അത് ഓർത്ത് വെക്കണേ. അഡിറ്റീവ് ഇൻവേഴ്സ് ആണ് ചോദിക്കണമെങ്കിൽ -z കണ്ടുപിടിച്ചാൽ മതി. സെഡ് a പ്ലസ് ib ആണെങ്കിൽ -z എന്തായിരിക്കും? -a -ib, അതായത് നെഗറ്റീവ് കൊണ്ട് ഫുള്ളായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, സോ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ -z ആണ്. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ z ഇൻവേഴ്സ് ആണ്. ഓക്കെ, സോ z ഇൻവേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം? ഇതിന് z ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1/z ആണ്, ദാറ്റ് ഇസ് 1/1 + i. ഒന്നെങ്കിൽ കോൺജുഗേറ്റ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ വെച്ചിട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വേറെ ഇക്വേഷനും ഇല്ലേ? z ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു
z conjugate divided by modulus of z square. Okay, so a plus I ന്റെ ഇതെന്താ കോഞ്ചുഗേറ്റ് എന്താ 1 plus I ന്റെ കോഞ്ചുഗേറ്റ് എന്താണ് I ടേമിൻ്റെ സൈൻ ചേഞ്ച് ചെയ്യുക, അതായത് 1 minus I divided by modulus of z square എന്താ a square plus b square റൂട്ട്. സോ modulus of z the whole square വരുമ്പോൾ a square plus b square, that is 1 square plus b എന്താ അവിടെ 1 അല്ലേ, 1 plus 1i അല്ലേ, b square is 1 square itself. Okay, so answer will be 1 by 2 minus I by 2 അല്ലെങ്കിൽ 1 by 2i. ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, z ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു z കോഞ്ചുഗേറ്റ് ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് z സ്ക്വയർ കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് z ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കണ്ടോ, 1 മിനിറ്റ് പോലും വേണ്ട നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈസി ആയിട്ട് സ്കോർ ചെയ്തൂടെ? ഓക്കെ, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് വെച്ച് ഒന്നെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 1 plus I into 1 minus I ഇവിടെ ചെയ്ത് രണ്ടും സെയിം സംഭവം തന്നെയാണ്. ഇതൊന്നും കൂടെ ഒരു സ്റ്റെപ്പ് നമുക്ക് കുറക്കാൻ പറ്റും നമുക്ക് ഈ ഒരു ഫോർമുല യൂസ് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, 1 minus I. ഓക്കെ ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്താലോ? ഡൗട്ടൊന്നും ഇല്ലല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചുകൊണ്ട് കേട്ടോ. ഓക്കെ, വാല്യൂ ഓഫ് I raised to 4 എന്താണ്? I raised to 4ൻ്റെ വാല്യൂ എന്താ 1 അല്ലേ? സോ ദിസ് ഇസ് 1. ഓക്കെ, 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. I raised to 4ൻ്റെ വാല്യൂ 1. Then next is express the complex number I raised to 39 in the form of a plus ib form. ശ്രദ്ധിക്കണേ, നമ്മൾ ഈ ഒരു ഫോമിലോട്ട് മാറ്റിയിട്ട് തന്നെ എഴുതി വെക്കണം. ഓക്കെ, സോ I raised to 39നെ എങ്ങനെ എഴുതണം? 4ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് എഴുതണം. നമുക്കറിയാം I raised to 36 ആണ് 4ൻ്റെ മൾട്ടിപ്പിൾ, 9 into 4 ആണ് I raised to 36. സോ I raised to 36 into I cube അല്ലേ, അതല്ലേ I raised to 39. സോ I raised to 36 എന്തായി മാറും? 1 ആവും. I cube എന്താണ്? മൈനസ് I അല്ലേ? സോ ദിസ് ഇസ് മൈനസ് I. അങ്ങനെ ഇട്ട് പോകാൻ പറ്റുമോ? ക്വസ്റ്റ്യൻ a പ്ലസ് IB ഫോമിലോട്ട് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. സോ റിയൽ പാർട്ട് ഇവിടെ 0 ആണ്. സോ 0 മൈനസ് I അല്ലെങ്കിൽ 0 മൈനസ് 1i അങ്ങനെ എഴുതാം. സോ ഈ ഒരു ഫോമിലോട്ട് എഴുതുക, അതാണ് ആൻസർ. ഓക്കെ, 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു. ടോട്ടൽ 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണിത്. ഒരു പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് പാർട്ട് നോക്കുകയല്ലേ? റൈറ്റ് ദ കോഞ്ചുഗേറ്റ് ഓഫ് ദ നമ്പർ 3 plus 4i. 3 plus 4iൻ്റെ കോഞ്ചുഗേറ്റ് എന്താ? ഓക്കെ, ഇവിടെ എഴുതുവാണെങ്കിൽ ലെറ്റ് z is equal to 3 plus 4i. z കോഞ്ചുഗേറ്റ് എന്താ വരിക? I ടേമിൻ്റെ മുന്നത്തെ സൈൻ ചേഞ്ച് ചെയ്യുക, അതായത് 3 minus 4i. Okay, so conjugate of 3 plus 4i is 3 minus 4i. Clear? Doubt ഒന്നും ഇല്ലല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, എക്സ്പ്രസ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് ദ നമ്പർ 1 plus I in a plus IB ഫോമാറ്റ്. ഇത് നമ്മൾ നേരത്തെ 1 plus Iൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കണ്ടുപിടിച്ചില്ലേ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ? ഏതായിരുന്നു ക്വസ്റ്റ്യൻ? ഓക്കെ, 1 plus Iൻ്റെ ഇൻവേഴ്സ് നമ്മളിവിടെ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്താ? 1 by 2 minus 1 by 2i. ദിസ് ഇസ് a plus IB ഫോം അല്ലേ? 1 by 2 minus 1 by 2i. ആ സെയിം പ്രൊസീജിയർ ഇനിയും ചെയ്യണ്ടല്ലോ. ഓക്കെ, സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ വാല്യൂ ഓഫ് I raised to 9. I raised to 9ൻ്റെ വാല്യൂ ആണ് ചോദിച്ചത്. ചെയ്യാൻ നോക്കിയേ, എല്ലാവരും ചെയ്യാൻ നോക്കിയേ, എല്ലാവരും ഒന്ന് അറ്റൻഡ് ചെയ്യാൻ നോക്കിയേ. I raised to 9ൻ്റെ വാല്യൂ എന്താ വരിക? I raised to 9 നമുക്കറിയാം 4ൻ്റെ മൾട്ടിപ്പിൾ എന്താ? 8 ആണ്. സോ I raised to 8 into I ആണ് I raised to 9. സോ I raised to 8 is 1. ആൻസർ വിൽ ബി I. ഓപ്ഷൻ ബി. ഓക്കെ ഓക്കെ, ദെൻ നെക്സ്റ്റ് എക്സ്പ്രസ് ദ കോംപ്ലക്സ് നമ്പർ 3 into 7 plus I7 plus I into 7 plus I7 in a plus IB form. ഓക്കെ, ഇതിനെ ഫുള്ള് മാറ്റിയിട്ടൊരു റിയൽ പാർട്ടിലൊന്നും ഇമാജിനറി പാർട്ടിലൊന്നും മാത്രമായിട്ട് മാറ്റണം.
ഓക്കെ, ചെയ്യാൻ പറ്റുമോ നോക്കിയേ. ക്വസ്റ്റ്യൻ എന്താ 3 ഇൻറ്റു 7 പ്ലസ് I7 പ്ലസ് I ഇൻറ്റു 7 പ്ലസ് I7 പ്ലസ് I ഇൻറ്റു 7 പ്ലസ് I7 അല്ലേ. 3 ഇൻറ്റു 7 പ്ലസ് I7 പ്ലസ് I ഇൻറ്റു 7 പ്ലസ് I7. ഓക്കെ, എങ്ങനെ ചെയ്യുക? എങ്ങനെ ചെയ്യും? 3നെ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 21 പ്ലസ് I ഇൻറ്റു 21 I എന്ന് കിട്ടും. 21 പ്ലസ് I ഇൻറ്റു 21 വേണമെങ്കിൽ ഇതിനെ 21 I എന്ന് എഴുതാം. നിങ്ങളെ കംഫർട്ടിനനുസരിച്ച് എഴുതുക. 21 I എന്ന് എഴുതാം. പ്ലസ് ഐനെ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. I ഇൻറ്റു 7 വരും, അതായത് 7I വരും. പ്ലസും 7ഒക്കെ ഒരുപോലെ ഉണ്ടോ? 7I പ്ലസ് ഈ I ഉള്ളിലോട്ട് പോകുമ്പം 7I² എന്ന് വരും അല്ലേ. ഓക്കെ, ദെൻ ഇതിനൊന്ന് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ 21 പ്ലസ് 21 Iയും 7Iയും കൂടെ 28I ആവും ഇല്ലേ. Then 7I square is -1. So this term will be -7. So 21 ന്ന് 7 പോയാൽ എന്താ? 14. 14 plus 28I എന്നുള്ള രീതി കിട്ടി. സോ A plus IB ഫോമിലോട്ട് മാറിയില്ലേ. A plus IB ഫോം അല്ലെങ്കിൽ 14 plus I28. A plus IB ഫോം ആയി. ഓക്കെ, ക്ലിയർ? അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യല്ലേ. ഓക്കെ, റൈറ്റ് ദ കോംപ്ലക്സ് നമ്പർ ഇൻ A plus IB ഫോം. ഇവിടെ ന്യൂമറേറ്ററും ഉണ്ട് ഡിനോമിനേറ്ററും ഉണ്ട്. അപ്പോൾ എന്താ ചെയ്യുക? Z is equal to 1 plus I divided by 1 minus I ആണ്. സോ ഞാൻ പറഞ്ഞു ഡിനോമിനേറ്ററിൽ ഐറ്റം വരാൻ പാടില്ല. സോ ഡിനോമിനേറ്ററിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. കോഞ്ചുഗേറ്റ് എന്താ? 1 മൈനസ് ഐൻ്റെ കോഞ്ചുഗേറ്റ് 1 പ്ലസ് ഐ. ഓക്കെ, സോ മുകളിലും 1 പ്ലസ് ഐനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്താ കിട്ടുക? 1 ഇൻറ്റു 1 ഇസ് 1. മറ്റേത് ഓർമ്മയുണ്ടോ? AC മൈനസ് BD പ്ലസ് I ഇൻറ്റു BC പ്ലസ് AD. വേണമെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഡയറക്റ്റായിട്ട് ചെയ്യാം. നിങ്ങളെ കംഫർട്ടാണ്. ഓക്കെ, സോ 1 ഇൻറ്റു 1 ഇസ് 1. ദെൻ I ഇൻറ്റു I വിൽ ബി I², ദാറ്റ് ഇസ് -1. സോ റിയൽ പാർട്ട് 1 മൈനസ് 1 വരും. പ്ലസ് ഇമാജിനറി പാർട്ട് I ഇൻറ്റു എന്ത് വരും? 1 ഇൻറ്റു I പ്ലസ് 1 ഇൻറ്റു I, ദാറ്റ് ഇസ് 1 പ്ലസ് 1 വരും അല്ലേ. ഓക്കെ അല്ലേ? 1 ഇൻറ്റു 1 I ഇൻറ്റു I ചെയ്താൽ നമുക്ക് റിയൽ പാർട്ട് കിട്ടും. ഇമാജിനറി പാർട്ടിന് 1 ഇൻറ്റു Iയും I ഇൻറ്റു 1ഉം. ഓക്കെ, ക്ലിയർ അല്ലേ? ദെൻ ഡിനോമിനേറ്റർ എന്താ? കോഞ്ചുഗേറ്റ് അല്ലേ. 1 മൈനസ് I ഇൻറ്റു 1 പ്ലസ് I എന്താ വരിക? A² പ്ലസ് B², ദാറ്റ് ഇസ് 1² പ്ലസ് 1² വരും. ആൻസർ എന്താ വരിക? 0/2, അതായത് 0 പ്ലസ് 2I/2 എന്ത് വരും? I വരും. സോ 0 പ്ലസ് I എന്നായിരിക്കും ഫോമാറ്റ്, ഫൈനൽ ആൻസർ വരുന്നത്. ഓക്കെ ആണോ? ഡൗട്ടൊന്നുമില്ലല്ലോ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, if A plus IB into C plus ID into E plus IF is equal to capital A plus I into capital B, then ഇത് ഷോ ചെയ്യാനാണ് പറഞ്ഞത്. ഓക്കെ, എങ്ങനെ ചെയ്യും? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഓക്കെ, എങ്ങനെ ചെയ്യാം? നമുക്ക് തന്നിട്ടുണ്ട് A plus IB into C plus ID into E plus IF എന്താണ്? ക്യാപിറ്റൽ A പ്ലസ് I ഇൻറ്റു ക്യാപിറ്റൽ B ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ. സോ നമുക്ക് ഒരു A² പ്ലസ് B² ഫോമാറ്റിലാണ് വേണ്ടത്. സോ നമുക്കറിയാം മോഡുലസ് എന്താ? √A² പ്ലസ് B² അല്ല. ഒരു കോഞ്ചുഗേറ്റ് നമ്പറിൻ്റെ മോഡുലസ്, ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ് എന്ന് പറയുകയാണെങ്കിൽ √A² പ്ലസ് B² സോ ഞാൻ രണ്ട് സൈഡും
എന്തെടുത്തു? മോഡുലസ് എടുത്തു. ഓക്കെ, രണ്ട് സൈഡും മോഡുലസ് എടുത്തു. ദെൻ നമുക്ക് Z1 ഇൻറ്റു Z2ൻ്റെ മോഡുലസ് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് Z1 ഇൻറ്റു മോഡുലസ് ഓഫ് Z2 അല്ലേ? സോ ഇതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് എഴുതിക്കൂടെ? മോഡുലസ് ഓഫ് A പ്ലസ് IB ഇൻറ്റു മോഡുലസ് ഓഫ് C പ്ലസ് ID ഇൻറ്റു മോഡുലസ് ഓഫ് E പ്ലസ് IF is equal to എന്ത് വരും? മോഡുലസ് ഓഫ് A പ്ലസ് IB. മോഡുലസ് ഓഫ് A പ്ലസ് IB എന്താ? റൂട്ട് ഓഫ് A സ്ക്വയർ പ്ലസ് B സ്ക്വയർ അല്ലേ? സോ ഇതിൻ്റെ ഓരോന്നിൻ്റെ മോഡുലസ് എഴുതുക. A പ്ലസ് IBൻ്റെ സ്മോൾ A പ്ലസ് IBൻ്റെ മോഡുലസ് റൂട്ട് ഓഫ് A സ്ക്വയർ പ്ലസ് B സ്ക്വയർ. ദിസ് വിൽ ബി റൂട്ട് ഓഫ് C സ്ക്വയർ പ്ലസ് D സ്ക്വയർ. This will be root of E square plus F square is equal to root of capital A square plus capital B square എന്ന് കിട്ടും. എന്ത് ചെയ്താൽ മതി? രണ്ട് സൈഡും സ്ക്വയർ ചെയ്താൽ മതി. സ്ക്വയറിങ് ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡും സ്ക്വയർ ചെയ്ത് എന്ത് കിട്ടും? ഓക്കെ, രണ്ട് സൈഡും സ്ക്വയർ ചെയ്ത് എന്ത് കിട്ടും? A സ്ക്വയർ പ്ലസ് B സ്ക്വയർ ഇൻറ്റു C സ്ക്വയർ പ്ലസ് D സ്ക്വയർ ഇൻറ്റു E സ്ക്വയർ പ്ലസ് F സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? ക്യാപിറ്റൽ A സ്ക്വയർ പ്ലസ് B സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ കണ്ടുപിടിക്കുക? Z ഇൻവേഴ്സ് എന്താണ്? Z കോൺജുഗേറ്റ് ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് Z സ്ക്വയർ. Z കോൺജുഗേറ്റ് എന്താ? അത് നമ്മൾ ലെറ്റ് Z ഇസ് ഈക്വൽ ടു 3 പ്ലസ് 4i എന്ന് എഴുതുക. സോ Z കോൺജുഗേറ്റ് എന്താ വരിക? ഐ ടേമിൻ്റെ മുന്നിൽ സൈൻ ചേഞ്ച് ചെയ്യുക. ദാറ്റ് ഇസ് 3 മൈനസ് 4i ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് Z സ്ക്വയർ എന്ത് വരും? 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ. ഓക്കെ, എന്താ വരിക? 3 by 3 square plus 4 square is 9 plus 16. 9 plus 16 എന്താ? 25 അല്ലേ? സോ 3 by 25 മൈനസ് 4 by 25 ആയി എന്ന് കിട്ടും. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. ഓക്കെ, ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഒരു 1 പ്ലസ് ഐ ബൈ 1 മൈനസ് ഐ മൈനസ് 1 മൈനസ് ഐ ബൈ 1 പ്ലസ് ഐ തന്നിട്ടുണ്ട്. അതിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടുമാണ് ചോദിച്ചത്. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, സോ 1 പ്ലസ് ഐ ബൈ 1 മൈനസ് ഐ മൈനസ് 1 മൈനസ് ഐ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഐ. എങ്ങനെ ചെയ്യും? എങ്ങനെ ചെയ്യും? ഇതിൻ്റെ ഡിനോമിനേറ്റേഴ്സ് നോക്കിയേ. 1 മൈനസ് ഐയും 1 പ്ലസ് ഐയും ആ പരസ്പരം കോൺജുഗേറ്റ് അല്ലേ? സോ ഇതിന് ജസ്റ്റ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ദിസ് 1 പ്ലസ് ഐ ഇൻറ്റു 1 പ്ലസ് ഐ വരും. 1 മൈനസ് ഐ ഇൻറ്റു 1 മൈനസ് ഐ വരും. ഡിവൈഡഡ് ബൈ 1 മൈനസ് ഐ ഇൻറ്റു 1 പ്ലസ് ഐ എന്ന് വരും അല്ലേ? സോ 1 പ്ലസ് ഐ ഇൻറ്റു 1 പ്ലസ് ഐ ദാറ്റ് ഇസ് 1 പ്ലസ് ഐ ദ ഹോൾ സ്ക്വയർ മൈനസ് 1 മൈനസ് ഐ ഇൻറ്റു 1 മൈനസ് ഐ ദാറ്റ് ഇസ് 1 മൈനസ് ഐ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് ഐ ഇൻറ്റു 1 പ്ലസ് ഐ. ഞാൻ വേണമെങ്കിൽ ആ സ്റ്റെപ്പും കൂടെ എഴുതാം. 1 മൈനസ് ഐ ഇൻറ്റു 1 പ്ലസ് ഐ. ഓക്കെ, സോ എന്ത് കിട്ടും? ദിസ് ഇസ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. എ സ്ക്വയർ 1 സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്താ? ഐ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ ഇൻറ്റു ബി. 2 ഇൻറ്റു എ ബി എന്താ? അടുത്ത സ്ലൈഡിൽ എഴുതാം. A square is 1 square plus B square I square 2AB. 2 into 1 into I that is 2I minus 1 minus I into square and the A square plus B square minus 2AB. So 1 square plus I square minus 2I എന്ന് വരും. Divided by 1 minus I into 1 plus I എന്താ? 1 square plus 1 square അല്ലേ? 1 minus I into 1 plus I 1 square plus 1 square that is എന്താവും? 1 square plus I square ടേം ഫസ്റ്റ് ടേമിലുണ്ട് സെക്കൻഡ് ടേമിലുണ്ട്. സോ മൈനസ് ചെയ്യുമ്പോൾ എന്താവും? രണ്ട് ക്യാൻസൽ ആവില്ലേ?
ബാക്കി 2i മൈനസ് മൈനസ് 2i ദാറ്റ് വിൽ ബി 4i ബൈ 2 എന്ന് വരും. അതായത് 0 പ്ലസ് 4i ബൈ 2 എന്നാണ് വരുന്നത്. സോ റിയൽ പാർട്ട് 0 പ്ലസ് ഇമാജിനറി പാർട്ട് വിൽ ബി 2i. സോ റിയൽ പാർട്ട് 0യും ഇമാജിനറി പാർട്ട് എന്താ വരിക 2ഉം വരും. ഓക്കെ, സോ ഓക്കെ അല്ലേ? സോ 0 ആൻഡ് 2 ആയിരിക്കും ആൻസർ. ക്ലിയർ? ഡൗട്ടൊന്നും ഇല്ലല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ, റിയൽ പാർട്ട് 0യും ഇമാജിനറി പാർട്ട് 2 ആയിരിക്കും ആൻസർ. സോ ഇത്രയും ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാം. 1 പ്ലസ് ഐ ദ ഹോൾ സ്ക്വയർ മൈനസ് 1 മൈനസ് ഐ ദ ഹോൾ സ്ക്വയർ ചെയ്താൽ എന്താ വരിക? 4ab ആണ് വരിക. 4ab ബൈ 1 മൈനസ് ഐ ഇൻറ്റു 1 പ്ലസ് ഐ വിൽ ബി എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. 4ab എന്താ 4 ഇൻറ്റു എ 1 ആണ്, ബി 1 ഐ ആണ്. സോ 4i ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്താ വരിക? 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഇസ് 2. സോ 0 പ്ലസ് 2i തന്നെ കിട്ടും. ഓക്കെ, സ്റ്റെപ്പായിട്ട് കാണിച്ചു എന്നേ ഉള്ളൂ, ഈസി ആയിട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ, വാട്ട് ഈസ് i റേസ് ടു മൈനസ് 35? ഓക്കെ, നമ്മൾ i റേസ് ടു നെഗറ്റീവ് വരുമ്പം ഉള്ള കണ്ടീഷൻ പറഞ്ഞില്ലായിരുന്നു അല്ലേ? i റേസ് ടു -1 എങ്ങനെയാണ് കണ്ടുപിടിക്കുക? i റേസ് ടു -1 കണ്ടുപിടിക്കാം 1/i അല്ല i റേസ് ടു -1. ഓക്കെ, ഞാൻ പറഞ്ഞു നമ്മുടെ ഡിനോമിനേറ്ററിൽ ഐ ടേം വരാൻ പാടില്ല. സോ ഞാൻ ഒരു ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, മുകളിൽ ഒരു ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ ദാറ്റ് വിൽ ബി i ബൈ ഐ സ്ക്വയർ. ഐ സ്ക്വയർ ഇസ് -1. സോ i ബൈ -1 വിച്ച് ഇസ് -i എന്ന് കിട്ടും, i റേസ് ടു -1. ഓക്കെ, സോ നമ്മുടെ ക്വസ്റ്റ്യൻ അതല്ല. നമ്മുടെ ക്വസ്റ്റ്യൻ i റേസ് ടു -35 ആണ്. i റേസ് ടു -35 ആണ്. സോ ദാറ്റ് ഇസ് 1/i റേസ് ടു 35. ഓക്കെ, നമുക്കറിയാം i റേസ് ടു 32 ആണെങ്കിലും 36 ആണെങ്കിലും 4ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. ഓക്കെ, ഒന്നെങ്കിൽ 32ൻ്റെ ടേമിലാക്കി മാറ്റുക, അല്ലെങ്കിൽ 36ൻ്റെ ടേമിലാക്കി മാറ്റുക. ഓക്കെ, ഒരു ഐ കൊണ്ട് ഇവിടെ മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്താവും? ദിസ് വിൽ ബി i ബൈ ഐ റേസ് ടു 36 ആയില്ലേ? അല്ലേ? സോ i റേസ് ടു 36, ദിസ് ഈസ് ദ മൾട്ടിപ്പിൾ ഓഫ് 4, ദാറ്റ് വിൽ ബി 1. സോ i ബൈ 1 വരും, ആൻസർ വിൽ ബി i. ഓക്കെ, i റേസ് ടു -35 ഇസ് i. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഡിസ്കസ് ചെയ്തൂടെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ ഓക്കെ, ഒരു കോംപ്ലക്സ് നമ്പർ തന്നിട്ടുണ്ട്, ദെൻ അതും A+IB ഫോമാറ്റിലോട്ട് മാറ്റാൻ. ഈ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും സെയിം പാറ്റേൺസ് ആണ് എല്ലാ വർഷവും ചോദിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഒരു മെത്തേഡ് അറിഞ്ഞാൽ നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്താൽ മാത്രം മതി, അധികം കൺസെപ്റ്റ് പഠിക്കാനൊന്നുമില്ല. സോ കോംപ്ലക്സ് നമ്പർ z is equal to 5 minus root 3i by 4 plus 2 root 3i. A+IB ഫോമിലോട്ട് മാറ്റണം. സോ ഈ ഡിനോമിനേറ്റത്തെ ഐ ടേം മാറ്റണം. എന്ത് ചെയ്യാം? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്തിൻ്റെ കോഞ്ചുഗേറ്റ്? ഡിനോമിനേറ്ററിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഡിനോമിനേറ്ററിൻ്റെ കോഞ്ചുഗേറ്റ് എന്താ? 4 minus 2 root 3i അല്ലേ? ഓക്കെ, അപ്പം ന്യൂമറേറ്ററും 4 minus 2 root 3i ചെയ്യണം. സോ അത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 20, 5 into 4 is 20 minus 5 into 2, 10 root 3i minus 4 root 3i plus 2 root 3 into root 3, that is 2 into 3 i square എന്ന് വരും അല്ലേ? ഡിവൈഡഡ് ബൈ a plus b into a minus b is a square, a plus ib into a minus ib is a square plus b square, that is 16 plus 2 root 3ൻ്റെ സ്ക്വയർ, അല്ലെങ്കിൽ ഞാൻ അതുപോലെ തന്നെ എഴുതാം 4 സ്ക്വയർ പ്ലസ് 2 root 3ൻ്റെ സ്ക്വയർ. ഓക്കെ, സോ ഇത് 2 into 3 i square എന്താവും? 2 into 3 i square will be -6.
2 into 3 is 6. I square is minus 1. So that will be minus 6. So real part is 20 and 6. 20 minus 6 is 14. 14 plus minus minus 10 root 3 ayu minus 4 root 3 ayu. രണ്ടും കൂടെ എന്താവും minus 14 root 3 ആവും divided by എന്ത് വരും 4 square is 16 plus 2 root 3 ന്റെ സ്ക്വയർ എന്താ 4 into 3 that is 12 അല്ലേ 16 plus 12 വരും 2 root 3 ന്റെ സ്ക്വയർ 4 into 3 വരും 12 വരും so answer will be 16 plus 12 is 28 so 14 by 28 will be 1 by 2 minus root 3 by 2 I എന്ന് വരും അല്ലേ 28 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 by 2 minus root 3 by 2 I എന്ന് വരും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ ഓക്കെ സോ എ പ്ലസ് ഐ ബി ഫോമിൽ മാറിയില്ലേ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കൺസിഡർ ദ കോംപ്ലക്സ് നമ്പർ തന്നിട്ടുണ്ട് ഓക്കെ ഇവിടെ നമുക്ക് ഡിനോമിനേറ്ററിൽ രണ്ട് ടേംസ് ഉണ്ട് 1 പ്ലസ് ഐ ഇൻറ്റു 1 മൈനസ് 2i ചെയ്യണം ഓക്കെ സോ ഒരു സ്റ്റെപ്പും കൂടെ കൂടാൻ ചാൻസ് ഉണ്ട് സോ z is equal to 2 plus i divided by 1 plus i into 1 minus 2i ഓക്കെ സോ ആദ്യം ഈ ഓപ്പറേഷൻ നടത്തുക 1 plus i into 1 minus 2i ഓപ്പറേഷൻ നടത്താം 2 plus i divided by 1 plus i into 1 minus 2i എന്ത് വരും AC that is 1 into 1 1 വരും I into minus 2i that will be minus 2i square minus 2i square എന്താവും plus 2 ആവും ഓക്കെ 1 plus 2 plus i into i ൻ്റെ കൂടെ എന്തൊക്കെ വരും i into 1 ഉണ്ട് minus i minus 2i into 1 ഉണ്ട് സോ i 1 minus 2 വരും സ്റ്റെപ്പ് ഡൗട്ട് ഇല്ലല്ലോ ഐ ടേംസിന് ഒരുമിച്ച് എഴുതി റിയൽ ടേംസിന് ഒരുമിച്ച് എഴുതി സോ ആൻസർ ആയിട്ടില്ല 2 പ്ലസ് ഐ ഡിവൈഡഡ് ബൈ 3 പ്ലസ് അല്ലെങ്കിൽ 3 മൈനസ് ഐ എന്ന് കിട്ടും ഓക്കെ അല്ലേ ദെൻ എന്ത് ചെയ്യണം ഇതിൻ്റെ കോഞ്ചുഗേറ്റ് എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക 3 മൈനസ് ഐൻ്റെ കോഞ്ചുഗേറ്റ് എന്താ 3 പ്ലസ് ഐ സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും 2 into 3 6 ദെൻ റിയൽ പാർട്ട് വരിക ഐ ഇൻറ്റു ഐ ആണ് ദാറ്റ് ഈസ് -1 പ്ലസ് ഐ ടേംസിനെ എഴുതുക ഐ ടേംസ് ആകുമ്പം ഐ ഇൻറ്റു 3 സോ 3 വരും ദെൻ 2 into ഐ അല്ലേ 2 into ഐ പ്ലസ് 2 കൂടെ വരും ഡിവൈഡഡ് ബൈ 3 square plus 1 square അല്ലേ വരിക a square plus b square will be 3 square plus 1 square so answer എന്ത് വരും 5 plus I 5 divided by 10 വരും that is 1 by 2 plus I into 1 by 2 a plus ib ഫോം ആയില്ലേ ഓക്കെ സോ ഇതുവരെ എത്തിക്കണം ഇവിടെ രണ്ട് പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ നടത്തണം കോംപ്ലക്സ് നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നടത്തേണ്ടി വരും ഓക്കെ ആദ്യം ഈ ഒരു ഓപ്പറേഷൻ നടത്തുക എന്നിട്ട് കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഓക്കെ അല്ലേ നെക്സ്റ്റ് നോക്കാം ഓക്കെ നെക്സ്റ്റും കോംപ്ലക്സ് നമ്പറിന് എ പ്ലസ് ഐ ബി ഫോമിലോട്ട് മാറ്റാനാണ് z is equal to 5 plus i divided by 2 plus 3i എന്ത് ചെയ്താൽ മതി കോഞ്ചുഗേറ്റ് എടുത്തേ നിങ്ങളൊപ്പം ചെയ്യുന്നില്ലേ ഒരുമിച്ച് തന്നെ ചെയ്തു പോകട്ടോ ഓക്കെ കോഞ്ചുഗേറ്റ് എടുത്താൽ 2 മൈനസ് 3i വരും 2 മൈനസ് 3i വരും ഓക്കെ ദെൻ 5 into 2 റിയൽ ടേംസിന് ആദ്യം എഴുതുക 5 into 2 10 പിന്നെ i into minus 3i ആണ് ദാറ്റ് വിൽ ബി minus 3 into i square plus 3 വരും ഓക്കെ ദെൻ ഐ ടേംസിനെ ഗ്രൂപ്പ് ചെയ്താൽ പ്ലസ് ഐ ഇൻറ്റു 2 ഉണ്ട് ദെൻ 5 into minus 3i ആണ് സോ -15 വരും ഓക്കെ ഡിവൈഡഡ് ബൈ a square plus b square is 2 square plus 3 square ഓക്കെ അല്ലേ ഓക്കെ
സോ ആൻസർ എന്ത് വരും? 10 + 3 13 വരും. I ഇൻറ്റു 2 - 15 എന്താ? -13 അല്ലേ? 2I ഇൻറ്റു -13 അല്ലെങ്കിൽ -13I എന്ന് എഴുതാം. -13I ഡിവൈഡഡ് ബൈ 2² + 3² 4 + 9 എന്താ? 13. ആൻസർ എന്ത് കിട്ടും? 1 - I എന്ന് വരും. ആൻസർ വിൽ ബി 1 - I. ഓക്കെ, A + IB ഫോമിലോട്ട് മാറ്റി. ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? സെയിം ഫോമാറ്റാണ് നമ്മൾ എല്ലാത്തിലും യൂസ് ചെയ്യുന്നത്. സോ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കിയാൽ പിന്നെ ഒന്നുമില്ല, നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് എക്സാമിന് പോയി അപ്പിയർ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 3 - z is equal to 3 - √(-16) ഡിവൈഡഡ് ബൈ 1 - √(-9) എന്നാണ് തന്നത്. ഓക്കെ, ഐ ടേം ആക്കി തന്നില്ല അവർ, കാരണം പകരം √(-16) എന്നാണ് തന്നത്. അതിനെങ്ങനെ എഴുതുക? നെഗറ്റീവ് റിയൽ നമ്പറിൻ്റെ റൂട്ടിന് എങ്ങനെ നമ്മൾ എഴുതുക? 3 - √16 ഇൻറ്റു √-1 ദാറ്റ് ഈസ് 4I എന്ന് വരും അല്ലേ? -16 എങ്ങനെ എഴുതാം? √16 ഇൻറ്റു √-1 എന്ന് എഴുതാം. സോ √16 ഈസ് 4I എന്ന് വരും. ഓക്കെ, അതുപോലെ ഡിനോമിനേറ്റർ എന്ത് വരും? ഡിനോമിനേറ്റർ 1 - √9 ഇൻറ്റു √-1 ദാറ്റ് ഈസ് 3I എന്ന് വരും. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? 1 - 3iൻ്റെ കോഞ്ചുഗേറ്റ് എടുക്കുക. 1 - 3iൻ്റെ കോഞ്ചുഗേറ്റ് എന്താ? 1 - 3iൻ്റെ കോഞ്ചുഗേറ്റ് 1 + 3i. സൈൻ അങ്ങ് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി ഐ ടേമിൻ്റെ. ഓക്കെ, 1 + 3i മൾട്ടിപ്ലൈ ചെയ്തേ, ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്തേ. ഇത് കുറച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ താനേ ആ ഒരു സ്പീഡ് വരും കേട്ടോ. റിയൽ ടേംസ് ഒരുമിച്ച് ചെയ്തുക. 3 × 1 3. ദെൻ റിയൽ ടേം എന്താ വരിക? -4iയും ഇൻറ്റു 3iയും വരും. ദാറ്റ് ഈസ് -12i -12i² അല്ലേ? -12i² എന്ന് പറയുമ്പോൾ +12 വരും. സോ 3 + 12 എന്ന് വരും. ദെൻ ഐ ടേംസിന് എഴുതിയേ. ഐ ടേംസ് വരുമ്പോൾ -4 ഉണ്ട്. ദെൻ 3 × 3i ദാറ്റ് ഈസ് 9 ഉണ്ട്. ഓക്കെ, 9 ഉണ്ട്, -4 ഉണ്ട്. 9 - 4 ഡിവൈഡഡ് ബൈ a² + b² എന്ന് വരും. 1² + 3². ഓക്കെ, സോ 3 + 12 എന്താ? 3 + 12 എന്ന് പറഞ്ഞാൽ 15 വരും. 9 - 4 is 5. സോ 5i വരും. ഡിവൈഡഡ് ബൈ 1² + 3². 1 + 9 10. ഫൈനൽ ആൻസർ എങ്ങനെ വരും? എന്താ വരിക ഫൈനൽ ആൻസർ? 15/10 എന്താ? 3/2 അല്ലേ? 3/2 + 5/10 is 1/2i. ഓക്കെ, ക്ലിയർ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ ചാപ്റ്ററിൽ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾ പഠിച്ച ടൈമിലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാറ്റിൽ ചോദിച്ചാൽ മതി കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ചോദിച്ചാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അത് നിങ്ങൾ ചെയ്യൂലേ? നമ്മൾ സെയിം ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു. ക്വസ്റ്റ്യൻ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ? 2 + i / 1 + i ഇൻറ്റു 1 - 2i. സെയിം ഫോമാറ്റ് തന്നെയാണ്, സെയിം ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ചെയ്യുമോ അല്ലെങ്കിൽ ഞാൻ ചെയ്യണോ? ഇതും കൂടെ ചെയ്ത് തരണോ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ ഇതും കൂടെ ഒന്ന് ചെയ്തു തരാം അല്ലേ? ഓക്കെ, കോംപ്ലക്സ് നമ്പർ തന്നിട്ടുണ്ട്. z is equal to 2 - i / 1 - i ഇൻറ്റു 1 + 2i. ഓക്കെ, എങ്ങനെ ചെയ്യാം? ആദ്യം 2 - i / ആ ഡിനോമിനേറ്റർ മൾട്ടിപ്ലിക്കേഷൻ നടത്തുക. എന്താ? 1 × 1 1. ദെൻ റിയൽ പാർട്ട് എന്താ വരിക? -i ഇൻറ്റു 2i ദാറ്റ് ഈസ് -2i² + 2 വരും. ഓക്കെ, പ്ലസ് i ഇൻറ്റു ഐൻ്റെ ടേംസ് എന്തൊക്കെയാണ് വരിക? 1 × +2 വരും ദാറ്റ് ഈസ് 2. ദെൻ i ഇൻറ്റു 1 ആണ്, സോ -1ഉം വരും. ഓക്കെ, സോ ഇവിടെ എങ്ങനെ വരും? 2 - i ഡിവൈഡഡ് ബൈ, അല്ലെങ്കിൽ നെക്സ്റ്റിൽ എഴുതാം. 2 - i ഡിവൈഡഡ് ബൈ എന്താ വരിക? 3 + i എന്ന് വരും അല്ലേ?
3 പ്ലസ് ഐ എന്ന് വരും. ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ ഇനി എന്ത് ചെയ്യാം? 3 പ്ലസ് ഐ എന്ന് വന്നാൽ ജസ്റ്റ് കോൺജുഗേറ്റ് എടുക്കുക. 3 മൈനസ് ഐ, 3 മൈനസ് ഐ. ഓക്കെ, ആൻസർ എന്ത് വരും? റിയൽ പാർട്സിനെ എഴുതിയ 3 × 2 6. ദെൻ മൈനസ് ഐ ഇൻറ്റു മൈനസ് ഐ ആണ്. ദാറ്റ് വിൽ ബി ഐ സ്ക്വയർ പ്ലസ് ഐ സ്ക്വയർ ആയി വരിക. ദാറ്റ് ഇസ് -1 അല്ലേ? മൈനസ് ഐ ഇൻറ്റു മൈനസ് ഐ ആണ്. ദാറ്റ് ഇസ് മൈനസ് ഐ ഇൻറ്റു മൈനസ് ഐ വിൽ ബി ഐ സ്ക്വയർ -1 എന്ന് കൊടുത്തു. ഐൻ്റെ ടേംസ് എന്തൊക്കെയാണ് വരിക? 2 ഇൻറ്റു മൈനസ് ഐ ആ. സോ ഒരു -2 വരും. മൈനസ് ഐ ഇൻറ്റു 3, അപ്പോൾ ഒരു -3 വരും. ഓക്കെ, ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബി. 3 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. ഓക്കെ ഓക്കെ അല്ലേ? ആൻസർ എന്ത് വരും? 6 മൈനസ് 1 5 പ്ലസ് അല്ലെങ്കിൽ 5 പ്ലസ് ഐ ഇൻറ്റു -5 എന്നാ. സോ -5i ഡിവൈഡഡ് ബൈ 3 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഇസ് 10. സോ ഫൈനൽ ആൻസർ എന്താ വരിക? 1/2 മൈനസ് 1/2i എന്ന് വരും. സോ എ പ്ലസ് ഐ ബി ഫോമാറ്റ് 1/2 മൈനസ് ഐ ഇൻറ്റു 1/2. ഓക്കെ, ക്ലിയർ അല്ലേ? ഡൗട്ടൊന്നുമില്ലല്ലോ? ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് അല്ലേ ഉള്ളതുള്ളൂ? എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻസ് മാത്രം വർക്കൗട്ട് ചെയ്ത് പോയാൽ തന്നെ നിങ്ങൾക്ക് എന്താണ് ഈ ചാപ്റ്റർ ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, എല്ലാ ചാപ്റ്ററിൻ്റെയും പ്രീവിയസ് ഇയർ മാത്രം വർക്കൗട്ട് ചെയ്ത് പോയാൽ തന്നെ നിങ്ങൾക്ക് A+ ഉറപ്പാണ്. ഓക്കെ, സോ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക, മാക്സിമം റിവിഷൻസ് നടത്തുക, എല്ലാ ചാപ്റ്ററും റിവിഷൻ നടത്തുക. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. ഈ ചാപ്റ്റർ ചെറിയ ചാപ്റ്റർ ആയിരുന്നു. സോ നമുക്ക് വേറെ ദിവസം കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്.